അസാമാന്യ മസാല ഷവായ. കിടക്കണ കിടപ്പ് കണ്ട ആ പൊറോട്ട ഒന്ന് പൊട്ടിച്ച് ചിക്കനിൽ മുക്കിട്ട് തിന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമുക്ക് എന്ത് വേണം? അതെ, ചിക്കൻ വേണം. എന്നാ ചിക്കൻ വാങ്ങാൻ പോയിട്ട് വരാം. ഡൈസൺ വാങ്ങിയതിന് ശേഷം ഇതുവരെ ഉപയോഗിച്ച് കാണിച്ചിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് കേൾ ചെയ്തിട്ട് പോവാം. എന്തോ പുള്ളിക്കാരി എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ഒട്ടും കായികാധ്വാനം ഇല്ലാതെ പുള്ളിക്കാരി എന്നെ എല്ലാം ചെയ്തോളൂ. പിന്നൊരു കാര്യം, ഇനി മിതു അടേന്ന് ആരും ചോദിച്ചു പോവാ. അതെ, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. താല്പര്യം ഇല്ല വെച്ചാ എന്താ ഇപ്പൊ ചെയ്യും? അതിന് ശേഷമുള്ള വീട് കൊണ്ടാണ് എന്റെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? വെള്ളത്തിൽ മുക്കി വെച്ച കശ്മീരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില ഇതെല്ലാം കൂടി അരച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോല്ലേ എവിടെയോ ഒരു പിൻവിളി. ആസനത്തിൽ മുളക് തേച്ചതുപോലെ ആയി പോകുമെന്നൊരു ഡൗട്ട്. അമ്മാതിരി കളറും മണവും. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലപ്പാ. ഇല്ല ചിക്കൻ എടുത്തിട്ട് അതിൽ മുക്കി അങ്ങ് പെരക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ലേശം ഗരം മസാല, ലേശം മഞ്ഞപ്പൊടിയോടെ ഇട്ട് കൊടുക്കുക. അതെല്ലാം പെരക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന്റെ ബാക്കി പ്രൊസീജിയർ എന്താന്ന് നോക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത്, അയ്യോ ഉള്ളി ഇട്ടില്ലല്ലോ. ഹോ, മറവി എന്റെ കൂടപ്പുറപ്പായതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതിൽ വലിയ അതിശയൊന്നും. ഉള്ളിയെല്ലാം ചേർത്ത് നല്ലോണം പെരക്കി ആദ്യം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി. എന്നിട്ട് ആദ്യേ യൂട്യൂബിന്റെ വിജനതയിലേക്ക് കണ്ണോടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ 5-6 വീഡിയോ ഉണ്ടെങ്കിലും എല്ലാം ഒരുപോലെ ഉണ്ട്. അപ്പൊ ഇത് 7ാമത്തെ ആയിരിക്കും ഉറപ്പ്. അതിലൊന്ന് മാത്രം എനിക്ക് വ്യത്യാസമായി അനുഭവപ്പെട്ടു. അത് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നതായിരുന്നു. എന്നാ പിന്നെ നമുക്കും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കുക്കറിലിട്ടിട്ട് 2 വിസില്. ചിക്കൻ എടുക്കുന്നു, പാൻ എടുക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, ചിക്കൻ പൊരിക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഇനി അതേ പാനില് ബാക്കിയുള്ള മസാല ഇല്ലേ അത് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കും. ചിക്കനും കൂടി ഇട്ടിട്ട് തിന്നോ മക്കളെ, ഒരു രക്ഷയില്ല. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.